من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. ബഹുമാന്യരായ വിശ്വാസികളെ, നമ്മെ പടച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന, നമുക്ക് മരണവും ജീവിതവും സൃഷ്ടിച്ച, സ്വർഗവും നരകവും സംവിധാനിച്ച പ്രപഞ്ചനാഥന്റെ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിക്കണേ എന്ന് ഉത്ബോധിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ യാത്രയെക്കുറിച്ചാണ് പറഞ്ഞു വന്നത്. പ്രപഞ്ച സംവിധായകനായ അള്ളാഹുവിൻ്റെ ആസൂത്രണത്തിൽ സൂര്യ ചന്ദ്ര നക്ഷത്രാദികളഖിലം സഞ്ചരിക്കുന്നതിനെ കുറിച്ച് ഖുർആനിൻ്റെ പ്രസ്താവനകൾ നാം ഉൾക്കൊണ്ടു. യാത്ര ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനും സത്യനിഷേധികളുടെ പര്യവസാനം എങ്ങനെയായിരുന്നു എന്ന് അറിയുവാനും ഉള്ള അള്ളാഹുവിൻ്റെ ഉണർത്തലുകളെ കുറിച്ച്, ആ ഉണർത്തലുകളിലൂടെ നമ്മൾ കടന്നുപോയി. ബഹിരാകാശ പേടകങ്ങളും ആകാശത്തെ വിമാനങ്ങളും കടലിലെ കപ്പലുകളും കരയിൽ മറ്റു വാഹനങ്ങളുമൊക്കെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അത് നമ്മൾക്ക് ഉപയോഗപ്പെടുത്താനാവുന്ന വിധം ഒക്കെ അള്ളാഹു അതൊക്കെ ചെയ്യാനാവുന്നത് അള്ളാഹുവിൻ്റെ അങ്ങേയറ്റത്തെ കാരുണ്യം കൊണ്ടാണെന്നുള്ളതും നമ്മൾ തിരിച്ചറിഞ്ഞു. മാത്രമല്ല, ഇഹലോകത്ത് ഒരു വഴിയാത്രക്കാരനെ പോലെ, ആബിർ സബീലിനെ പോലെ, വഴിയാത്രക്കാരനെ പോലെ കഴിയാനാണ് അള്ളാഹുവിൻ്റെ റസൂൽ നമ്മെ ഉദാഹരിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ജീവിതത്തിൽ ഒരു വിശ്വാസിക്കുണ്ടാവേണ്ട നിതാന്ത ജാഗ്രതയാണ് ഈ പ്രയോഗം കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഈ ജീവിതം ഒരു വഴിയാത്ര പോലെയാണ്. ലക്ഷ്യം വേറെയാണ്. സുരക്ഷിതമായി അവിടെ എത്തേണ്ടതുണ്ട്. നമ്മുടെ പാഥേയം ഭദ്രമായിരിക്കണം. കയ്യിലുള്ള ചരക്കുകൾ ഭദ്രമാക്കി ഒന്നും നഷ്ടപ്പെടാതെ നമുക്ക് മറുകര പറ്റേണ്ടതുണ്ട്. അതിന് കേടുപാടുകൾ സംഭവിച്ചുകൂടാ, നമുക്ക് കേടുപാടുകൾ സംഭവിച്ചുകൂടാ. യാത്രാപഥങ്ങളിൽ യാത്രാവേളകളിൽ സമ്പാദിക്കാനുള്ളത് സമ്പാദിക്കാനാവണം. എതിരെ വരുന്ന യാത്രക്കാരന് നമ്മളെ കൊണ്ടൊരു ബുദ്ധിമുട്ടില്ലാതെ, നമുക്ക് അവരെ കൊണ്ടും ഒരു ബുദ്ധിമുട്ടില്ലാതെ, ഒരു ശല്യമാവാതെ നമുക്ക് മറുകര എത്താൻ പറ്റണം. മാത്രമല്ല, ഈ വീതി മുറിച്ചു കടക്കുമ്പോൾ ആബിർ സബീൽ അബ്ര, നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു പ്രയോഗം നടത്തിയിരുന്നു. റോഡ് മുറിച്ച് കടക്കുന്നത് പോലെ നല്ല ജാഗ്രത വേണം. ഒഴുക്കുകൾ പലതും എതിരായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ചീറിപ്പാഞ്ഞു പോകുന്ന വാഹനങ്ങൾ ഉണ്ടാവും. ഒരു ഓരത്തുകൂടെ വെറുതെ അങ്ങ് നടന്നു പോവുകയല്ല, മുറിച്ചു കടക്കുകയാണ്. തലങ്ങും വിലങ്ങും ഓടുന്ന വാഹനങ്ങളിൽ എല്ലാ ദിക്കുകളിലേക്കും നമ്മുടെ ശ്രദ്ധയുണ്ടാവണം. പലതും സഹിക്കേണ്ടി വരും. ബ്രേക്ക് ചെയ്യേണ്ടടുത്ത് ബ്രേക്ക് ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരു നഷ്ടവും പറ്റാതെ, ഒരു പരിക്കും പറ്റാതെ
ലക്ഷ്യത്തിലെത്താൻ സാധിക്കുക എന്നത് അള്ളാഹുവിന്റെ ഒരു മഹാ അനുഗ്രഹമാണ്, ഭാഗ്യമാണ്. സൂറത്തുൽ മുൽക്കിൽ അള്ളാഹു പറയുന്നു, ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദുലൂലൻ ഫംശൂ ഫീ മനാകിബിഹാ വകുലൂ മിൻ റിസ്ഖിഹി. വീട് നിർമ്മിക്കാനും കൃഷിക്കും യാത്ര ചെയ്യാനുമെല്ലാം പാകത്തിൽ അള്ളാഹുവാണ് ഭൂമിയെയും അന്തരീക്ഷത്തെയും സംവിധാനിച്ചിരിക്കുന്നത്. അവൻ നൽകിയ വിഭവങ്ങൾ തേടിപ്പിടിച്ചുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്തു കൊള്ളുക. അള്ളാഹു ആയത്ത് അവസാനിപ്പിക്കുന്നത് വൈലേഹിൻ നുശൂർ, അവങ്കലേക്ക് തന്നെയാണ് ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്തെല്ലാം സ്വപ്നങ്ങളും പദ്ധതികളുമായിട്ടായിരുന്നു അലഹബാദിൽ നിന്ന് ലണ്ടനിലേക്ക് 242 പേർ യാത്ര ചെയ്തത്. ഒരുപാട് പേർ ഡോക്ടറായി ജീവിക്കണമെന്ന് വിചാരിച്ച ആ ലോഡ്ജിൽ ഉണ്ടായിരുന്നവർ എല്ലാം അപകടത്തിൽ മരണപ്പെട്ടു പോയി. അങ്ങനെ എത്രയെല്ലാം അപകടങ്ങളും മരണങ്ങളുമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കുണ്ടാവേണ്ടത്, എപ്പോഴും ഉണ്ടാവേണ്ടത് വിനയമാണ്. നമ്മുടെ അറിവുകൾക്ക് ഒരു പരിധിയുണ്ട്, നമുക്ക് അറിവില്ലായ്മകളുണ്ട്, അത് നമ്മൾ തിരിച്ചറിയണം. അങ്ങനെയുള്ളവർ അങ്ങനെ തിരിച്ചറിയുന്നത് നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും സഞ്ചരിക്കുമ്പോഴുമൊക്കെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കും. കൂടുതൽ പഠിക്കും തോറും അവൻ കൂടുതൽ സൃഷ്ടാവിനെ ഭയപ്പെട്ട് ജീവിക്കും. ഇന്നമാ യഖ്ഷല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമാ. ഫാത്തിർ സൂറത്തിൽ അള്ളാഹു പറയുന്ന അങ്ങനെയുള്ളവർ അറിവുള്ളവരാണ്, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുക. അവർ പറയും, റബ്ബനാ മാ ഖലഖത ഹാദാ ബാത്തില സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. അള്ളാഹുവേ, നീ ഇതൊന്നും വൃഥാ സൃഷ്ടിച്ചതല്ല. സുബ്ഹാനക, നീ പരിശുദ്ധനാണ്. ഫഖിനാ അദാബന്നാർ, അതുകൊണ്ട് നരകശിക്ഷയിൽ നിന്ന്, തീയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ എന്ന് അവർ പ്രാർത്ഥിക്കും. വലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ വജഅല ലക്കും മിനൽ ഫുൽകി വൽ അൻആമി മാ തർകബൂൻ. എല്ലാ ഇണകളെയും സൃഷ്ടിക്കുകയും നിങ്ങൾക്ക് സവാരി ചെയ്യാനുള്ള കപ്പലുകളെ സംവിധാനിക്കുകയും കാലികളെ ഏർപ്പെടുത്തി തരികയും ഒക്കെ ചെയ്തവനാണ് അള്ളാഹു എന്ന് സൂറത്തു സുഹ്റുഫിലും അള്ളാഹു പറയുന്നുണ്ട്. സൂറത്തു സുഹ്റുഫിൽ തുടർന്നുള്ള വചനങ്ങൾ 12ാമത്തെ വചനമാണ് ഞാൻ ഓതിയത്. 13ഉം 14ഉം വചനങ്ങളിൽ അള്ളാഹു പറയുന്നത് അവയുടെ പുറത്തു ഇരിപ്പുറപ്പിക്കുവാനും ഇരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ രക്ഷിതാവിന്റെ അനുഗ്രഹം നിങ്ങൾ ഓർക്കുകയും വേണമെന്നാണ് തുടർന്നുള്ള ആയത്തുകളിലുള്ളത്. മാത്രമല്ല, സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയും വേണം എന്ന് അള്ളാഹു പറയുന്നു. അതിന്റെ അർത്ഥം, ഞങ്ങൾക്ക് വേണ്ടി ഇത് വിധേയമാക്കി തന്നവൻ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്കതിനെ ഇണക്കുവാൻ സാധ്യമാകുമായിരുന്നില്ല. തീർച്ചയായും ഞങ്ങൾ രക്ഷിതാവിലേക്ക് തിരിച്ചെത്തുന്നവർ തന്നെയാണ്. പോരാ, യാത്രയിൽ ഇസ്ലാം പഠിപ്പിച്ച, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിഷ്കർഷിച്ച മറ്റു പ്രാർത്ഥനകളും മര്യാദകളും ഒക്കെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അന്ന് കഴുതയും ഒട്ടകവും മാത്രം സഞ്ചരിക്കാൻ വാഹനമായി ഉപയോഗിച്ചിരുന്ന കാലത്താണ് പ്രവാചകൻ ഇത് ഉപദേശിച്ചത്. ഈ മൃഗങ്ങൾ ഒന്ന് വിരണ്ടാൽ പോലും നമുക്ക് നിയന്ത്രിക്കാനാവില്ല, മനുഷ്യനത് കഴിഞ്ഞുകൊള്ളണമെന്നില്ല. എന്നാൽ ഇപ്പോൾ എന്തെല്ലാം വാഹനങ്ങളാണ്! സൈക്കിളും ബൈക്കും കാറുകളും 2 നേരിയ ഇരുമ്പ് പാലങ്ങളിലൂടെ കുതിച്ചോടുന്ന തീവണ്ടിയും അനേക ലക്ഷം കിലോഗ്രാം തൂക്കമുള്ള കണ്ടെയ്നറുകളും മനുഷ്യരുമായി യാത്ര ചെയ്യുന്ന കപ്പലുകളും നീലാകാശത്ത് നീന്തിപ്പറക്കുന്ന വിമാനങ്ങളുമൊക്കെ ഒരു വലിയ ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഒരു മിനിറ്റിൽ 5 മുതൽ 14 ഫ്ലൈറ്റുകൾ ഉയർന്നു പൊങ്ങുകയും ഇറങ്ങുകയും ചെയ്യുന്നുണ്ടത്രേ. അത്രത്തോളം തിരക്ക് പിടിച്ച വാഹന വൈവിധ്യങ്ങളിൽ അന്ന് കഴുതപ്പുറത്ത് പോയിരുന്ന സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പ്രാർത്ഥിച്ചിരുന്നതെങ്കിൽ നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കാനും തവക്കുലാക്കാനും ബാധ്യസ്ഥരാണ്. നമ്മുടെ കയ്യിൽ വളരെ കുറഞ്ഞ നിയന്ത്രണം മാത്രമേ ഉള്ളൂ. ഒരു സെക്കൻഡ് നിസ്സാരമായൊരു സമയമാണ്. എന്നാൽ നമ്മൾ ഓടിക്കുന്ന വാഹനത്തിന്റെ ആക്സിലേറ്ററിൽ നിന്ന് ബ്രേക്കിലേക്ക് നമ്മുടെ കാലുമാറാൻ 0.70 സെക്കൻഡ് മുതൽ 2 സെക്കൻഡ് വരെ സമയമെടുക്കും. അതിനിടയിൽ ശരാശരി 17 മീറ്റർ ദൂരത്തിൽ നമ്മുടെ വാഹനം സഞ്ചരിച്ചിട്ടുണ്ടാവും.
അപ്പോൾ അതൊരു വലിയ സമയമാണ്. അത് ഡ്രൈവർക്ക് ഓർമ്മ വേണം, കാൽനടക്കാരൻ ഓർമ്മ വേണം. നമ്മളൊരു വാഹനത്തിൽ ഒരു ടൂ വീലറിൽ നിന്ന് വീഴുമ്പോൾ അനേക മടങ്ങ് ശക്തിയോടെ ഒരു ഹാമർ കൊണ്ട് അടിക്കുന്ന പോലെയാണ് നമ്മുടെ തല പോയിട്ട് റോഡിൽ അടിക്കുക. അത് നമ്മൾക്ക് ഓർമ്മ വേണം. ഇങ്ങനെയുള്ള സംഗതികളൊക്കെ യാത്രക്കാരായ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അന്തരീക്ഷത്തിൽ വലിയ സ്പീഡിൽ പറക്കുന്ന വിമാനങ്ങൾ, കടലിലൂടെ അനേകം നോട്ടിക്കൽ സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കപ്പലുകളിലും യാത്ര ചെയ്യുന്ന നമ്മൾ എത്രത്തോളം ജാഗ്രതയുള്ളവരായിരിക്കണം. നിങ്ങൾക്കത് നിയന്ത്രിക്കാൻ സാധിക്കുമായിരുന്നില്ല, ഞങ്ങൾക്കതിനെ ഇണക്കുവാൻ സാധിക്കുമായിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് തവക്കുലാക്കി പ്രാർത്ഥിക്കണമെന്നാണ് പറഞ്ഞു വരുന്നത്. യാത്രയിലെ പ്രാർത്ഥനകൾ സാധാരണ ഹജ്ജ് ക്ലാസ്സിലുമൊക്കെയാണ് കേൾക്കാറുള്ളത്. ഹജ്ജ് ക്ലാസ്സിൽ തന്നെ വിശദമായി അത് പഠിപ്പിക്കപ്പെടുന്നുണ്ടോ എന്നത് സംശയകരമാണ്. എന്നാൽ ഇത് ഹജ്ജിൽ മാത്രം ഉരുവിടേണ്ടതല്ല ഈ പ്രാർത്ഥനകൾ, ഹജ്ജ് യാത്രയിൽ മാത്രം ഉരുവിടേണ്ടതല്ല ഈ പ്രാർത്ഥനകൾ എന്നാരും ഓർക്കുന്നില്ല. ആ പ്രാർത്ഥനകളുടെ ഗൗരവത്തെക്കുറിച്ച് ഗൗനിക്കുന്നില്ല. ഒരു ചെറിയ യാത്രയിൽ പോലും, കഴുതപ്പുറത്ത് കയറിയുള്ള ഒരു ചെറിയ യാത്രയിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പള്ളിയിലേക്ക് വരുമ്പോൾ, അങ്ങാടിയിലേക്ക് പോകുമ്പോൾ, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്രകളിൽ നമ്മൾ ഒരുപാട് ഈ പ്രാർത്ഥനകൾ ഓർക്കേണ്ടതുണ്ട്. പ്രവാചകൻ പഠിപ്പിച്ചു, അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഫീ സഫരിനാ ഹാദാ അൽ ബിർറ വത്തഖ്വ. മറ്റൊരു പ്രാർത്ഥനയാണ്, അല്ലാഹുവേ ഞങ്ങൾ നിന്നോട് ചോദിക്കുകയാണ് ഈ യാത്രയിൽ എല്ലാ നന്മകളും ഭയഭക്തിയും വമിനൽ അമലി മാ തർള, നീ തൃപ്തിപ്പെടുന്ന പ്രവർത്തനങ്ങളും. നമ്മൾ ഓർക്കണം, നാടിനെ പോലെയല്ല നമ്മൾ വേറൊരു വിദേശത്തേക്ക് അല്ലെങ്കിൽ മറ്റൊരു പ്രദേശത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ പരിചയക്കാരില്ല, ഉമ്മയും ഉപ്പയുമില്ല, അധ്യാപകരില്ല, പ്രിയപ്പെട്ടവരില്ല, കാണാനും ചോദിക്കാനും പറയാനും ഒന്നും ആരുമില്ല. ഒന്ന് കുടിക്കാൻ, ഒന്ന് പിടിക്കാൻ, ഒന്ന് തോണ്ടാൻ, ഒന്ന് രുചിക്കാനൊക്കെ സൗകര്യം പിശാച് പറഞ്ഞു തരും. അപരിചിതത്വത്തോടുകൂടി ആശങ്കയോട് ആദ്യമായി ഗൾഫിൽ പോകുന്നവർ പോലും അവർക്ക് എംബർക്കേഷൻ കാർഡൊക്കെ പൂരിപ്പിക്കണ്ടായിരുന്നു പണ്ട്. അന്ന് എംബർക്കേഷൻ കാർഡ് പോലും പൂരിപ്പിക്കാൻ അവർക്കറിയില്ല. എന്നിട്ട് നമ്മുടെ അടുത്തൊക്കെ തരും അത് പൂരിപ്പിക്കാൻ. എന്നാൽ ഈ മദ്യം വിളമ്പി ട്രോളിയിൽ വിസ്കികളും ബിയറുമായി എയർ ഹോസ്റ്റസുകൾ വാങ്ങിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് കൊതിപ്പിക്കുന്ന എയർ ഹോസ്റ്റസുകൾ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ ഇവരും കൈ നീട്ടും, ആ ബിയറിന് വേണ്ടിയും വിസ്കിക്ക് വേണ്ടിയും. അന്നാലും ഈ പോക്കരും മൊയ്തീനും ഒക്കെ അതിന് കൈനീട്ടി വാങ്ങി കുടിക്കും. എത്രയോ നമ്മൾ കാണുന്നതാണ്. കഴിഞ്ഞ കുത്തുബയിൽ ഒരു കപ്പൽ യാത്രയെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നല്ലോ. 1100 ചില്ലാനം ആളുകൾ കൊച്ചിയിൽ വന്നിറങ്ങി ഇമിഗ്രേഷനും കസ്റ്റംസിനുമായി കാത്തിരിക്കുന്ന മണിക്കൂറുകൾ നീങ്ങിയപ്പോൾ അനൗൺസ്മെന്റ്, ഒരു അൻസാരി എന്ന യുവാവ് ഇതുവരെ എത്തിയിട്ടില്ല, കുടിച്ച് പൂസായവൻ കപ്പലിൽ തന്നെ എവിടെയോ വീണ് കിടക്കുകയാണ്. ആലോചിക്കണം നമ്മൾ. അതുപോലെ ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ എയർപോർട്ടിൽ തുച്ഛമായ സംഖ്യയിൽ വാങ്ങുന്ന ജിന്നുകളും വിസ്കികളും ഇങ്ങനെയൊക്കെ പലതും നമുക്ക് പലപ്പോഴും, മുസ്ലിം പേരുള്ള ആളുകൾക്ക് പലപ്പോഴും ഹലാലായി പോകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലാഹുമ്മ ഇന്നീ നസ്അലുക, അല്ലാഹുവേ ഞങ്ങൾ നിങ്ങളോട് ചോദിക്കുന്നു, ഫീ സഫരിനാ ഹാദാ, ഈ യാത്രയിൽ, അൽ ബിർറ, പുണ്യം, വത്തഖ്വ, ഭയഭക്തിയും, വമിനൽ അമലി മാ തർള, നീ തൃപ്തിപ്പെടുന്ന പ്രവർത്തനങ്ങളും. ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരാൾക്ക് എങ്ങനെയുള്ള സംഗതികൾ യാത്രയിൽ ചെയ്യാൻ സാധിക്കും എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു വിദ്യാർത്ഥി കുറെ കുട്ടികളുടെ ഇടയിൽപ്പെട്ടാലും തിക്കിലും തിരക്കിലും പെട്ടാലും തൊടാനോ തോണ്ടാനോ നോക്കാനോ ഒന്നും അവൻ മെനക്കെടില്ല. കാരണം അവനൊരു പുണ്യയാത്രയാണത്. ഹജ്ജ് മാത്രമല്ല പുണ്യയാത്ര, നമ്മൾ ഏത് യാത്രയും പുണ്യയാത്രയെ മാറും. നമ്മൾ ഈ പ്രാർത്ഥന ഉദ്ദേശിച്ചുകൊണ്ട്, ഒരു ഹലാലായ കാര്യം ഉദ്ദേശിച്ചുകൊണ്ട് യാത്ര ചെയ്യുമ്പോൾ. അതുകൊണ്ട് ആ യാത്രകളിലൊന്നും നമ്മളെ കണ്ണും കൽബും തെറ്റാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മുകളിൽ പറഞ്ഞ പ്രാർത്ഥനയുടെ കൂടെ തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ തുടർന്ന് പ്രാർത്ഥിക്കുന്നത്, ഞങ്ങളുടെ യാത്ര സുഗമമാക്കി തരണേ, ഞങ്ങൾക്ക് എളുപ്പവും ഉണ്ടാക്കി തരണേ, ഈ യാത്ര ഞങ്ങൾക്ക് ചുരുക്കി തരണേ എന്നാണ്. നമുക്കറിയാം, ദൂരം കരയിലായാലും കടലിലായാലും ആകാശത്തായാലും ഒക്കെ സെയിം തന്നെയാണ്. പക്ഷേ അത് ചുരുക്കി തരണം. നമുക്കത് ഹൃദ്യമായി തോന്നും. ഒരു സൈക്കിളിൽ പോവുകയാണെങ്കിൽ പോലും അതിൻ്റെ ടയറൊന്ന് പൊട്ടിയാൽ, ചെയിനൊന്ന് കഴിഞ്ഞാൽ
നമ്മൾ ഇവിടുന്ന് കോഴിക്കോട്ടേക്ക് ഒരു ബസ്സിലോ കാറിലോ യാത്ര ചെയ്യുമ്പോൾ ഒരു ട്രാഫിക് ജാമിൽപ്പെട്ടാൽ വേറൊരു വാഹനവുമായി അങ്ങ് ഉരസിയാൽ ഇങ്ങനെയൊക്കെ നമ്മുടെ സമയവും അധ്വാനവും സമ്പത്തും ഒക്കെ നഷ്ടപ്പെടുന്ന ഒരുപാട് സന്ദർഭങ്ങൾ യാത്രയിൽ ഉണ്ടാവും. അതുകൊണ്ട് നാം ഈ പ്രാർത്ഥനകളെല്ലാം മുടങ്ങാതെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി അൽദി ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. യാ അയ്യുഹന്നാസ് ഉസീകും സാനിയം ബിത്തഖ്വല്ലാഹ്. ഒരിക്കൽ കൂടി റബ്ബിനെ സൂക്ഷിക്കണേ എന്ന് നിർത്തുകയാണ്. വിദ്യാർത്ഥികൾ ഓർക്കണം, നിങ്ങൾ തലബുൽ ഇൽമാണ്, വിദ്യ തേടുന്നവരാണ്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, മൻ സലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു തരീഖഹു ഇലൽ ജന്ന. അറിവ് തേടി പുറപ്പെടുന്ന ഒരുവന്റെ സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു വന്നിരുന്ന പ്രാർത്ഥനയുടെ തുടർച്ചയായി തന്നെ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അള്ളാഹുമ്മ പ്രാർത്ഥിക്കാൻ പറഞ്ഞു, അള്ളാഹുമ്മ അൻത സാഹിബുൽ സഫർ. അള്ളാഹുവേ, നീയാണ് ഈ യാത്രയിൽ എൻ്റെ കൂട്ടുകാരൻ. അള്ളാഹു കൂട്ടുകാരനായ ഒരു യാത്ര ആലോചിക്കേണ്ടതാണ്. ഖലീഫത്തു ഫിൽ അഹ്ൽ, എൻ്റെ വീട്ടിലെ സ്ഥാപനത്തിലെ പ്രതിനിധി, പകരക്കാരൻ അള്ളാഹുവേ നീയാണ്. നമ്മുടെ സ്ഥാപനം പൂട്ടിപ്പോന്നിട്ടുണ്ട്, നല്ല ലോക്ക് ഉപയോഗിച്ച് പൂട്ടിയിട്ടുണ്ട്, CCTV ഉണ്ട്, കാവൽക്കാരുണ്ട്, ഒരുപാട് ജോലിക്കാരുണ്ട്. പക്ഷേ നാഥ, ഞാൻ എൻ്റെ സ്ഥാപനം, എൻ്റെ വീട്ടുകാരെ, എൻ്റെ കുട്ടികളെ ഏൽപ്പിച്ചത് നിന്നെയാണ്. എൻ്റെ കൂടെയുള്ളത് നീയാണ് കൂട്ടുകാരനായി. എന്ത് സൗകര്യമുണ്ടെങ്കിലും, ബുള്ളറ്റ് പ്രൂഫ് കാറിലാണെങ്കിലും, ബോയിങ് 777 അങ്ങനെ പറഞ്ഞ് എത്ര സൗകര്യങ്ങളുള്ള പ്ലെയിനിലാണെങ്കിലും ഒക്കെ നമ്മൾ ഈ പ്രാർത്ഥന, എല്ലാ കാര്യങ്ങളും നമ്മൾ അള്ളാഹുവിനെയാണ് വരമേൽപ്പിക്കുന്നത്. അങ്ങനെയാണ് വിശ്വാസി ഉണ്ടാവേണ്ടത്. ശേഷം ആ പ്രാർത്ഥന അള്ളാഹുമെ തുടരുകയാണ്. അള്ളാഹുമെ ഇനി ഔദുബിക എന്ന് പറഞ്ഞുകൊണ്ട്, അള്ളാഹുമെ ഞാൻ നിന്നിൽ ശരണം തേടുന്നു പറഞ്ഞുകൊണ്ട് യാത്രാ ദുരിതത്തിൽ നിന്ന്, നമ്മളെ സങ്കടപ്പെടുത്തുന്ന വേദനിപ്പിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന്, കുടുംബത്തിനും ധനത്തിനും ഉണ്ടായി പോകുന്ന ദുസ്ഥിതിയിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ ചോദിക്കാനും ആ പ്രാർത്ഥന തുടരുകയാണ്. ഇങ്ങനെ ഏത് ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റിൽ എയർ കണ്ടീഷനിൽ ഇരുന്നും കിടന്നും ഒക്കെ പോവാനും ബാത്റൂം സൗകര്യവും ഭക്ഷണവും ഒക്കെ ഉള്ള യാത്രയാണെങ്കിലും എപ്പോഴും അപകടപ്പെടാം, മറ്റ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. അതുകൊണ്ട് സീറ്റിൽ നിന്ന് തെറിച്ചു പോകാനുള്ള ബെൽറ്റ് മാത്രമല്ല, തെറ്റിലേക്ക് തിന്മയിലേക്ക് പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്ന എല്ലാറ്റിൽ നിന്നും ബെൽറ്റ് ഇട്ടുകൊണ്ടാണ് നമ്മൾ ശരണം തേടുന്നത്. താൻ പഠിപ്പിക്കപ്പെട്ട, പരിശീലിക്കപ്പെട്ട, വിശ്വസിക്കുന്ന ധർമ്മത്തിലും കർമ്മത്തിലും നന്മയിലും പുണ്യത്തിൽ നിന്നും ഉറച്ചു നിൽക്കുമെന്ന ബെൽറ്റാണ് നമ്മൾ യാത്രയിൽ മുറുക്കേണ്ടത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകപ്പുറത്ത് കയറി കഴിഞ്ഞാൽ 3 പ്രാവശ്യം തക്ബീർ ചൊല്ലിക്കൊണ്ട് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമായിരുന്നു എന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ നമ്മെ പഠിപ്പിച്ചു തരുന്നു. എത്ര പ്രസക്തവും സാന്ദർഭികവും അർത്ഥഗർഭവുമായ പ്രാർത്ഥന! എന്തെല്ലാം ആ പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളുന്നു. എല്ലാം അള്ളാഹുൽ വരമേച്ച് ഇറങ്ങിത്തിരിച്ചൊരു വിശ്വാസിക്ക് ഇനിയൊരു ആപത്ത് വന്നാൽ പോലും അവൻ വല്ലാതെ ബേജാറ് തോന്നേണ്ടതില്ല. വിമാനം തകർന്നു പോയാലും, ട്രെയിൻ പാളം തെറ്റിയാലും, കപ്പൽ മുങ്ങിപ്പോയാലും അവനൊരു നഷ്ടവുമില്ല, ഒരു സങ്കടവുമില്ല. അവൻ പറയുക, ഇന്നാലില്ല വഇന്നാ ഇലൈഹി റാജിഊൻ എന്നാണ്. തീർച്ചയായും ഞങ്ങളെല്ലാം അള്ളാഹുവിൻ്റെതാണ്, അവനിലേക്ക് തന്നെ മടങ്ങുകയും ചെയ്യും എന്ന് സമർപ്പിച്ചുകൊണ്ടാണ് ഒരു വിശ്വാസി എപ്പോഴും കഴിയുന്നത്. എന്നാണെങ്കിലും മരിക്കും. അതുകൊണ്ട് തങ്ങൾക്ക് വല്ല ആപത്തും ബാധിച്ചാൽ ഇത് പ്രാർത്ഥിക്കുന്നവരാണ് ക്ഷമാശീലരായ വിശ്വാസികൾ എന്നാണ് അള്ളാഹു സൂറത്തുൽ ബഖറയിൽ പറയുന്നത്. അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നവർ പ്രാർത്ഥിക്കും എന്നാണ് അള്ളാഹു പറയുന്നത്. അതുകൊണ്ട് അവർക്ക് തുടർന്ന് ആ ആയത്തിന്റെ അവസാനം അള്ളാഹു അവർക്ക് കാരുണ്യവും അനുഗ്രഹവും ചെയ്യും എന്നാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവർക്ക്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, മരണപ്പെട്ടു പോയാലും നമ്മളെ പ്രിയപ്പെട്ടവർ, ഉമ്മ, ഉപ്പ, ഇണ, സഹോദരങ്ങൾ, ഇങ്ങനെ ആരെങ്കിലും യാത്രയിൽ മരണപ്പെട്ടു പോയാൽ പോലും നമ്മളെക്കാൾ ഇഷ്ടമുള്ള, നമ്മളെക്കാൾ അവരോട് സ്നേഹവും കരുതലും കരുണയുമുള്ള റബ്ബിലേക്കാണ് അവർ തിരിച്ചു പോകുന്നത് എന്ന് നമുക്ക് സമാധാനിക്കാൻ സാധിക്കും. ഇങ്ങനെ ജീവിതയാത്രയെക്കുറിച്ചും ജീവിതത്തിലെ യാത്രയെക്കുറിച്ചും മനസ്സിലാക്കാൻ
നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ കഴിവതും ഹൃദിസ്ഥമാക്കാൻ, അല്ലെങ്കിൽ ഇതിൻ്റെ ആശയങ്ങളെയും എങ്കിലും ഓർത്തുകൊണ്ട് പറഞ്ഞുകൊണ്ട് യാത്ര ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, കഴിഞ്ഞ ഖുതുബയിൽ നമ്മളൊരു സൂറത്ത് അൻകബൂത്തിലെ ഒരായത്ത് ഓതി വെച്ചിരുന്നു. നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിച്ചിട്ട് എപ്രകാരമാണ് സൃഷ്ടി ആരംഭിച്ചിരിക്കുന്നത് എന്ന് നോക്കൂ എന്നായിരുന്നു അതിൻ്റെ അർത്ഥം. 1400 കൊല്ലത്തിലധികമായി ഈ ആയത്ത് ഇറങ്ങിയിട്ട് ഏതെങ്കിലും മുസ്ലിം രാജ്യങ്ങളോ സംഘടനകളോ എന്തെങ്കിലും ഗവേഷണം നടത്തിയിട്ടുണ്ടോ എന്ന് അറിയില്ല. എന്നാൽ സ്വിറ്റ്സർലാൻഡിൽ ജനീവയ്ക്കടുത്ത് 27 കിലോമീറ്റർ വ്യാപ്തിയിൽ 100 കണക്കിന് കിലോമീറ്റർ ആഴത്തിൽ ഭൂമിയിൽ ഒരു വൻ തുരങ്കവും സംവിധാനങ്ങളും സന്നാഹങ്ങളും ഉണ്ടാക്കി ഗോഡ് പാർട്ടിക്കിളിനെ കുറിച്ചുള്ള ഗവേഷണം നടത്തിയത് നമ്മൾക്ക് മുമ്പ് വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള സംഘടനയിൽ നിന്നൊക്കെ മുസ്ലിം സമൂഹം എത്രയോ വിദൂരത്തിലാണ്. അവർക്ക് ഈ ഗവേഷണമോ ഇതുപോലെയുള്ള ഖുർആൻ ആയത്തുകൾക്കുള്ള പരിചിന്തനമോ പലപ്പോഴും ഉണ്ടാവുന്നില്ല. കാലികമായ വിഷയങ്ങൾ ശബ്ദവും ധാരണയും അവർ ഉണ്ടാക്കുന്നില്ല. ഇന്ന് ജൂലൈ 4 അഖില ലോക ചക്ക ദിനമാണ്. ഇന്ന് ഇന്റർനാഷണൽ ജാക്ക് ഫ്രൂട്ട് ഡേ. എന്തിനാ ഇത് പറയുന്നത്? എൻ്റെയും നിങ്ങളുടെയും ഒക്കെ വീട്ടിൽ എത്ര ചക്കയാണ് വീണടിഞ്ഞ് അങ്ങനെ അഴുകിപ്പോകുന്നത്. എന്നാൽ ചക്ക കൊണ്ട് അനേകം വിഭവങ്ങൾ വിപണിയൊരുക്കി അവർ ഒരു ചക്ക തന്നെ 1000 രൂപ മൂല്യമുള്ള വിപണിയാക്കി മാറ്റാം എന്ന് പലരും തെളിയിക്കുന്നു. ഇന്ന് പോലും അത് പത്രത്തിൽ കാണുന്നു. സംസ്കരിച്ച് സൂക്ഷിക്കാൻ അതിന് കഴിയും. ആരുണ്ട് നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ ഒരു ഗവേഷണവും പ്രവർത്തന പദ്ധതിയും നടപ്പിലാക്കുന്നവരായി? ആലോചിക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, 60 ലക്ഷം കുട്ടികൾ, 2 ലക്ഷം അധ്യാപകർ, അതിലേറെ അധ്യാപക ജീവനക്കാർ, ഇവരെ ബാധിക്കുന്ന ഒരു വലിയ സംഗതി, ഒരു സുപ്രഭാതത്തിൽ എന്ന പോലെ പേര് പോലും അറിയാതെ ജുംബ എന്നോ വകതിരില്ലാതെ കൃത്യമായ സയന്റിഫിക് ബാക്കിംഗ് ഒന്നുമില്ലാതെ അങ്ങനെ നടപ്പായിക്കൊണ്ടിരിക്കുമ്പോൾ ഈ സൂംബക്ക് ഒരു സാംസ്കാരിക പരിസരമുണ്ട് എന്ന് വിശ്വാസികളായ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. കൊളംബിയൻ കൊറിയോഗ്രാഫർ 2001 ആരംഭിക്കുകയും 2019 ആകുമ്പോഴത്തേക്ക് മില്യൺ കണക്കിന് ടേൺ ഓവറും ഇൻവെസ്റ്റ്മെന്റുമുള്ള ഒരു കമ്പനിയായി മാറുകയും ചെയ്തതാണ് ഈ ലാറ്റിൻ ലഹരിയൊക്കെ വളരെ സുലഭമായ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലാണ് ഇത് വളർന്നത്. LLG എന്ന പേരുള്ള ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു കമ്പനിയാണിത്. അവരുടെ ക്രൈറ്റീരിയ അനുസരിച്ച് ഇതാർക്കും അങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റൂല, ആർക്കും അങ്ങനെ ട്രെയിനർ ആവാൻ പറ്റൂല. അതിന് കൃത്യമായ നിയതമായ നിയമങ്ങളുണ്ട്. പാർട്ടിന് ഒരു നിയത രൂപമുണ്ട്. വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യേണ്ട അംഗീകൃത മെമ്പർഷിപ്പ് ഉണ്ട്. ഇങ്ങനെ സമൂഹത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു ധാരണ, ഒരു സാക്ഷരത വിശ്വാസികളായ നാം ഉണ്ടാക്കിയെടുക്കേണ്ടത് ഉണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ്. അള്ളാഹുവേ, ഉപകാരപ്രദമായ അറിവും നല്ല വിവേകവും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ നാഥ. ഞങ്ങളുടെ ജീവിതയാത്രകളും ഞങ്ങളുടെ ജീവിതത്തിലെ യാത്രകളും നീ അപായരഹിതമാക്കി തീർക്കണേ നാഥ. നാട്ടിലെ കലാലയങ്ങളിൽ നിന്ന് അധാർമികളെ നീ തൂത്തെറിയണേ നാഥ. ഞങ്ങളുടെ മനസ്സിനെ സദാ സംതൃപ്തിയിലും സമാധാനത്തിലും ആക്കിത്തരണേ നാഥ. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ പ്രിയപ്പെട്ടവർ അവരെല്ലാം ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് കൂട്ടണേ നാഥ. ആരോടും പറയാനും പങ്കുവെക്കാനും ആവാത്ത വേദനകൾ ഞങ്ങൾക്കുണ്ട്. അള്ളാഹുവെ, നീ അതൊക്കെ തീർത്തു തരണേ. അല്ലാഹുമ്മ ഉഫ്ർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹിയാഹു മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജർനാ വജർ വാലിദൈനാ മിനൻ നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയ്ൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ.